കിച്ചണത്തെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി വർക്ക് ഏരിയയിൽ ഇങ്ങനെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ആവശ്യമുള്ളതും ഇല്ലാത്തതും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകെ മെസ്സായിട്ടാട്ടോ ഇരിക്കണത്. അങ്ങനെ കുറേ ഇത് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ അതിലൊന്നും ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. ഇനി ഇവിടെ ഇതിൻ്റെ ഒരു അവസ്ഥ സമയത്ത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി വരാറത്തേക്ക് പോകുന്ന ഇല്ലാത്ത സമയത്ത് ഇതേപോലെ ഇഷ്ടംപോലെ പാത്രങ്ങൾ ഞാൻ എന്തായാലും ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ പോകും. ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ചട്ടി ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ അപ്പുറത്തും അതെ, അപ്പുറത്തെ സൈഡിലും അതെ, ഇതേപോലെ അധികം ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് ഇവിടെയൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ളത്. ക്ലീൻ ചെയ്യാൻ വരുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അപ്പുറത്തെ സ്റ്റൗമേ കുക്കറിൽ ചോറാണ് തോന്നുന്നു, ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുക്കർ ഞാൻ സ്റ്റൗമ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാവണതിൻ്റെ ഇടയിൽ ഇത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ളത്. എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്ന സംഭവങ്ങളാണ് ഞാൻ ആദ്യം ക്ലീൻ ചെയ്യുക. അതായത് കൂടുതൽ സമയം എടുക്കും, ഒരുപാട് ക്ലീൻ ചെയ്യാണ്ട് തോന്നുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യം ക്ലീൻ ചെയ്യും. വളരെ കുറച്ച് സമയം മതി, പെട്ടെന്ന് തീരും എന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് വെക്കും കേട്ടോ. പിന്നെ ഞാനിത് ഒരൊറ്റ ദിവസം കൊണ്ടൊന്നുമല്ല ചെയ്യണത്. ഇപ്പോൾ അടുക്കള ഞാൻ ഒരുവിധം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ്. ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെ റൂം ഞാൻ കിടക്കുന്ന റൂമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണതുകൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലാതെയുള്ള റൂമുകളിൽ അത്ര അധികം പൊടിയൊന്നും ഇല്ല, കാരണം അവിടെയൊന്നും അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല ക്ലീൻ ചെയ്യാൻ. അതൊക്കെ പെട്ടെന്ന് തീരും. കിടക്കുന്ന റൂമും ഹാള് കിച്ചൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യമായിട്ട് ക്ലീൻ ചെയ്ത് വെക്കും. പിന്നത്തെ പണികളൊന്നും അത്ര ഭാരം തോന്നില്ലല്ലോ. ഈ ഭാരമുള്ളത് ചെയ്യാനാണ് എനിക്ക് ഭയങ്കര മടി. അപ്പോൾ ആ മടിയുള്ള കാര്യം ഞാൻ ആദ്യം ചെയ്യും. ഇന്നിപ്പോൾ തുണിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്യണ സമയത്ത് എന്തോ ഉണ്ടായിട്ടാണ് ഞാൻ അങ്ങനെ കെട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് ഓർമ്മയും ഉണ്ടാവാറില്ല. ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെവി ഇങ്ങനെയൊക്കെ ചൊറിയും, അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരും, അയ്യോ ക്ലീൻ ചെയ്യുമ്പോൾ തുണി കെട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള സംഭവമാണിത്. ഞാൻ ഓരോ ഷെൽഫായിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യണത്. അപ്പോൾ എനിക്ക് ആ ഷെൽഫത്തൊക്കെ കംപ്ലീറ്റ് എടുത്ത് പുറത്തേക്ക് വെച്ചതിന് ശേഷം പിന്നെ അടുത്ത സംഭവം ക്ലീൻ ചെയ്യുക, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഷെൽഫിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കുറേ കളയേണ്ട സാധനങ്ങളുണ്ട്, ആവശ്യമില്ലാത്തതും ഉള്ളതൊക്കെ മാറ്റിയിട്ട് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്തേക്കണുള്ളൂ. ആ പൊടി തട്ടുന്ന ബ്രഷ് ഞാൻ ശരിക്കും ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാട്ടോ. നല്ല ഹൈറ്റിൽ ഇങ്ങനെ ഉയർത്താൻ പറ്റും, അതിന് നല്ല ഹൈറ്റ് വരുത്താൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളായിരുന്നു. പക്ഷേ ഫാൻ ക്ലീൻ ചെയ്യാൻ എനിക്ക് അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. ഞാനിപ്പോൾ ഇങ്ങനത്തെ താഴെയൊക്കെ പൊടി തട്ടാനും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എടുക്കാറ്. അപ്പോൾ അതിനൊക്കെ എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. പക്ഷേ ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് യൂസ്ഫുള്ളായില്ല. അതിൻ്റെ അങ്ങനെ അറ്റം ഭാഗം വളയ്ക്കാനൊക്കെ പറ്റും. ഈ വാട്ടർ ബോട്ടിൽ ഞാൻ ആര്യന് കഴിഞ്ഞ പ്രാവശ്യമാണ് അതായത് അവൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിട്ട് വാങ്ങിയുള്ളതാണ്. അപ്പോൾ അത് തീരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, അവന് കൊണ്ടുപോകാനേ പറ്റിയിട്ടില്ല. അതിൻ്റെ ആ നോസ് ഇങ്ങനെ വെള്ളം സിപ്പ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിലൂടെ വെള്ളം പുറത്തേക്ക് വരില്ല. പിന്നെ അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? നല്ല വില ഉണ്ട്, അത്യാവശ്യം 300 സംതിങ് എത്ര രൂപ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഉപയോഗിക്കാനേ പറ്റിയിട്ടില്ല. അപ്പോഴേക്കത് കളയാനേ തോന്നുന്നില്ല. ഞാൻ എങ്ങനെ അത് കളയും? ഉപയോഗിച്ചിട്ടും ഇല്ല, ഒരു കംപ്ലൈൻറ്റും ഇല്ല. എപ്പോഴും പുതിയ സാധനമായിട്ടായിരിക്കണത്. എങ്ങനെയും അത് നേരെയാക്കാൻ പറ്റുമെന്നും അറിയില്ല. ഞാനിത് ആർക്കൊക്കെ ഏട്ടനൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഒന്നും ശരിയാക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ക്ലീൻ ചെയ്യുന്നത് സിയമോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഇടയിൽ സിയമോൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവൾ ഇവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകും. സിയമോൾ തന്നെ അവിടെ നിന്ന് ഒരുവിധം ഓടിച്ചതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ഭാഗം കൂടി ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ മേലത്തെ ഞാൻ ഈ ഷെൽഫിൽ ഇങ്ങനെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതായത് അങ്ങനെ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ്, അതുപോലെ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നത്, നിലം തുടയ്ക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ മാത്രമായിട്ട് വെക്കണുള്ളൂ. അങ്ങനെ ഓരോ ഷെൽഫ് ഞാൻ ഓരോ സംഭവത്തിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എത്ര ദിവസത്തിനാണെന്നറിയില്ല. എനിക്കിങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ അതുപോലെ കൊണ്ട് നടക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എപ്പോഴൊക്കെ ഞാൻ തന്നെ ഇതൊക്കെ ഇങ്ങനെ മെസ്സാക്കിയിടും. ഇനി അങ്ങനെ ഉണ്ടാവരുതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒതുക്കിയിട്ടൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നത്. എത്ര ദിവസത്തേക്കാണെന്നറിയില്ല, എന്തായാലും നോക്കി നോക്കാം. പിന്നെ അതിൻ്റെ അടിയത്തെ ഷെൽഫിൽ ഞാനിങ്ങനെ കുറച്ച് പലചരക്ക് സാധനങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, പൊടികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഡപ്പയിലാക്കിയിട്ട് അത് ഞാൻ ആദ്യം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ അത് അടിയത്തെ ഷെൽഫിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. അതൊക്കെ ഓരോരോ ഷെൽഫിലൊക്കെ ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നിനും ഒരു ഓർഡറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒക്കെ ഓർഡർ ആക്കിയിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ പ്ലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. സീമോളനെ എത്ര പറഞ്ഞു വിട്ടിട്ടും കാര്യമില്ല കേട്ടോ. അവൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും. പിന്നെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവൾ ഇവിടെ നിന്ന് എടുത്തോണ്ട് വീണ്.
ഈ സംഭവമില്ലേ, ഈ കത്തിയാ മടാള വെട്ടെത്തിയ എന്താ മടാളാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സംഭവം ഏട്ടൻ സൗദിയിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഞാനിങ്ങനെ എടുത്ത് കൊടുത്ത് കാണിച്ചു തരുന്നത്. പിന്നെ അലുമിനിയത്തിൻ്റെ കുക്കർ എനിക്കിങ്ങിയത് അതൊക്കെ ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ ആരെങ്കിലും വരുമ്പോൾ കൊടുത്ത് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പുറത്തേക്ക് വെച്ചുള്ളത്. എടുത്ത് വെച്ചിട്ട് എനിക്കത് ഓർമ്മയില്ലാതെ അവിടെ ഇരിക്കുമോ എന്തോ. അങ്ങനെ കബോർഡിൻ്റെ ഒരു സൈഡ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം താഴെ കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് ഞാനിങ്ങനെ അടുത്ത സൈഡ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോണത് കേട്ടോ. ഈ ഭാഗത്ത് ഇങ്ങനെ ചെറിയ കള്ളികളായിട്ടാണ് കേട്ടോ തരം തിരിച്ചിട്ടുള്ളത്. പിന്നെ ഞാനിങ്ങനെ ഒരു സൈഡ് എനിക്ക് ചൂല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഇതുണ്ടാക്കുന്ന ആൾക്കാരും അങ്ങനെ ചെയ്തു തന്നിട്ടുള്ളതാണ് കേട്ടോ. അവിടെ ഞാൻ പ്ലാസ്റ്റിക് കവറുകൾ ഇടുന്ന ചാക്കും പിന്നെ അതിൻ്റെ തേങ്ങ പൊളിക്കുന്ന സംഭവമൊക്കെ ഞാൻ അവിടെയാണ് ഇട്ടാ വെച്ചിട്ടുള്ളത്. ചൂലൊക്കെ വെക്കാൻ ഇവിടെ സ്ഥലം ഉണ്ട് വെച്ചെങ്കിലും ഞാൻ അധികം ഉപയോഗിക്കാത്ത ചൂലൊക്കെയാണ് കേട്ടോ അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. സ്ഥിരം ഉപയോഗിക്കുന്ന ചൂലൊക്കെ പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ അതേ ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ട് ബ്രഷ് വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ മേലത്തെ റൂമിലത്തെ ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ വേറെ ചെറിയ ബ്രഷ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയില്ലാതെ ഞാൻ ഒരു ബ്രഷും കൂടി വാങ്ങി വെച്ചുള്ളതാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യം വരും. അങ്ങനെ അതവിടെ എടുത്ത് വെച്ചുള്ളതാണ് കേട്ടോ. പിന്നെ മോപ്പ്, അത് മറ്റേ ബക്കറ്റും മോപ്പും കൂടിയിട്ടില്ലേ, ആ സംഭവത്തിൻ്റെ മോപ്പോ അതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അത് അതിൻ്റെ അടിഭാഗത്താണ് നിറച്ച് പൊടി. അത് ഈ ചൂലിൻ്റെ ഒരു പൊടി ഉണ്ടാവില്ലേ, ആ പൊടിയാണ് അതിൽ അധികം ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അത് അടിച്ച് വൃത്തിയാക്കിയിട്ടെങ്കിൽ അതേപോലെ തന്നെ എടുത്ത് വെക്കണം. ആ സൈഡ് വൃത്തിയാക്കിയിട്ട് ഞാൻ അവിടെ ചാക്കും പിന്നെ തേങ്ങ പൊളിക്കുന്ന പാരയൊക്കെ ഞാൻ അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഇപ്പുറത്തെ ചെറിയ ഷെൽഫുകളുണ്ടല്ലോ, അത് ഞാൻ വൃത്തിയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കവറും പിന്നെ ആവശ്യമില്ലാത്ത ക്യാന് പൊട്ടിയതാണ് കേട്ടോ. എന്നിട്ട് അടക്കം അതിൻ്റെ ഉള്ളിൽ കളയാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണ് അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതേ ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് അതോ സിയമോളുടെ പിറന്നാളിൻ്റെയാണോ എന്താണെന്ന് അറിയില്ല, കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ പേപ്പർ ഗ്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ, ആ ഗ്ലാസ്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അതേപോലെ കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ വെറുതെ എടുത്ത് ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ ഒരു സെറ്റ് കിട്ടിയത് സിയമോൾ ഇപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വാങ്ങി വെച്ചില്ല, അവൾ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവളുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആരിനും സിയമോളും കൂടിയിട്ട് അത് കളിക്കും. പിന്നെ അതായത് ഞാനിങ്ങനെ മാറി ഉപയോഗിക്കുന്ന ചവിട്ടികളാട്ടോ. അപ്പോൾ ഒരു സെറ്റ് കഴുകുമ്പോൾ അടുത്ത സെറ്റ് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചുള്ളതാണ്. അപ്പോൾ അത് കഴുകിയിട്ട് ഞാനിങ്ങനെ കസേരയിൽ സൈഡിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് ഒരു കവറിലാക്കിയിട്ട് കബോർഡിൽ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. ചവിട്ടി ഞാൻ എല്ലാം കൂടിയിട്ട് ഒരു കവറിൽ ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇനി വേറൊരു കവറും കൂടി എടുത്ത് കൊടുത്തിട്ട് വെക്കുകയാണ്. അടിഭാഗത്തെ ഷെൽഫൊക്കെ ഒരുവിധം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതേ സിയമോളും മാസ്ക് എടുത്തിട്ട് വരുന്നുണ്ട്, അവൾക്കും വെച്ചെടുക്കാൻ പറഞ്ഞിട്ട്. ഞാൻ എന്നിട്ട് അത് വെച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ മുഖത്ത് തുണി കെട്ടിയിട്ട് കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അവൾക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മാസ്ക് കൊടുത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അത് രണ്ട് സൈഡും കെട്ടിയിട്ടൊക്കെ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ന്യൂസ് പേപ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അതൊക്കെ ആവശ്യം വരുമല്ലോ. ഇത് ഞാൻ വീട്ടിൽ പോണ സമയത്ത് എടുത്തുകൊണ്ടിരുന്നതാണ്. പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അത് എവിടെ വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഇപ്പോൾ അടുക്കളയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് കുറച്ച്, അതുപോലെ ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. താഴെ പോയിട്ടുള്ള പൊടികളും അതുപോലെ കടലാസൊക്കെ കുറേ കളയാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അടിച്ചൊരു കൂട്ടുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ സിയമോളിങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കില്ലേ, അവളതൊക്കെ ചവിട്ടി പരത്തും. അപ്പോൾ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. മേലത്തെ കബോർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ തന്നെ ഞാനൊരു ചാക്കും കൈ പിടിച്ചിട്ടാണ് കേട്ടോ കയറിയിട്ടുള്ളത്. അതിൽ കുറേ അധികം പ്ലാസ്റ്റിക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമില്ലാത്തത് ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഞാനത് ഇനി അതിന് ഒക്കെ താഴത്തേക്ക് എടുത്തിട്ടാൽ പിന്നെ ഞാൻ തന്നെ അതൊക്കെ വീണ്ടും പെറുക്കിയിട്ട് ചാക്കിലാക്കണം. അപ്പോൾ അതിലും ഭേദം ഒരു കയ്യിൽ ചാക്കുണ്ട് വെച്ചെങ്കിൽ ഡയറക്റ്റ് അതിലേക്ക് തന്നെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ കബോർഡിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണാവോ പല്ലി കയറുന്നത്. മേലേക്ക് അങ്ങനെ പല്ലിക്കാട്ടം കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇത്രയും ഉറപ്പുള്ള സാധനം വേറെ ഇല്ല. ഞാനിതിൻ്റെ ഡോറൊന്നും തീരെ തുറന്നിടാറില്ല കേട്ടോ. എന്തെങ്കിലും എടുത്തിട്ട് വെച്ചെങ്കിൽ അപ്പം തന്നെ ഞാൻ അടച്ചു വെക്കും, ഇങ്ങനെ പാറ്റ അങ്ങനെയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എവിടെയെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, അല്ലാതെ പല്ലി കയറില്ലല്ലോ. ഈ ഒരു സംഭവം കണ്ടോ, ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അത് വാങ്ങുമ്പോൾ തന്നെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇത് വാങ്ങേണ്ടത് അത്ര ഉപകാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ് സംഭവം. പക്ഷേ യാതൊരു ഉപകാരം ഉണ്ടായില്ല. അതുകൊണ്ട് ഇതിന് ഭംഗി മാത്രമേ ഉള്ളൂ. ഇതിലിട്ടിട്ട് എന്തെങ്കിലും ചതയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തെറിച്ച് പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കാറില്ല. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്.
ഷെൽഫ് മൊത്തം ഒതുക്കൽ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ ആയിരിക്കുന്ന വിളക്ക്, അത് ഞാൻ തൂക്കുവിളക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു. കുറച്ചൊക്കെ ഉപയോഗിച്ചു. പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതങ്ങനെ ഊരി വെച്ചിരിക്കുക. ഇനി അത് ഉപയോഗിക്കാൻ പാടില്ല വെച്ചെങ്കിൽ പിന്നെ വെറുതെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഞാനിങ്ങനെ കടയിൽ പോകുമ്പോൾ കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ അത് ആവശ്യത്തിൽ അധികം സ്ഥലം ബാക്കിയുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ ഞാൻ ഡപ്പകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് മാത്രം ഡപ്പകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേതൊക്കെ ഞാൻ സാധാരണ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്. എന്താ സീമോളും കണ്ടു നോക്കിയേ. എന്താണ് അതിന്റെ കോലം? എടുത്താ അടുത്തു കൊടുത്തു. അയ്യോന്റെ പേത്തിന്റെ ചളിയാക്കല്ലേ, എന്റെ പേത്ത് ചളിയാക്കല്ലേ. പാപ്പ ഇറങ്ങി വെള്ള പാന്റാണ്. ഇതൊക്കെ എന്താ മേലൊക്കെ? ഈ മണ്ണിൽ കുളിച്ചാ? മഞ്ഞില് കുച്ചു. എന്താണ് കോലം? തലമുട്ടണ്ടാട്ടാ. എന്റെ ചുമരുമ്പൊക്കെ ചളിയാവും. ഇങ്ങോട്ട് വിട്ടുന്നേ, ഞാൻ കുളിപ്പിച്ചരാ. വായോ നടക്ക് 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 നടക്ക്.